മാക്സസെ അവാർഡുമായി ബന്ധപ്പെട്ട് ശ്രീ എം എൻ കാരശ്ശേരി മാഷ് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട്. ശൈലജ ടീച്ചർക്ക് കിട്ടിയതിനെ ശൈലജ ടീച്ചർക്ക് ഈ അവാർഡ് കമ്മിറ്റി വിളിച്ച് ചോദിച്ചിട്ടുണ്ടാകാം, ആണത്ര ഉണ്ടത്ര എന്നൊക്കെ രീതിക്ക് അദ്ദേഹം അത് പറയുന്നുണ്ട്. അതിനുശേഷം പിണറായി വിജയനാണ് ഈ അവാർഡ് കിട്ടിയിരുന്നെങ്കിൽ അത് അദ്ദേഹം രണ്ട് കൈ നീട്ടി വാങ്ങിക്കുമായിരുന്നു. ഈ ശൈലജ ടീച്ചർക്ക് കിട്ടിയത് കൊണ്ടിട്ടാണ് ഇത് വാങ്ങിക്കാതെ ഇത് നിരസിച്ചത് എന്ന രീതിയിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം കേൾക്കാം, എന്നിട്ട് നമുക്ക് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് ഈ കാര്യങ്ങൾ സംസാരിക്കാം. അല്ല, അങ്ങനെ ഊഹിക്കാവുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. എന്താ കാരണം എന്ന് വിചാരിച്ചാലേ, ഇവരുടെ അറിവോ അനുവാദമോ കൂടാതെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു അവാർഡ്, അതായത് ഏഷ്യയിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന ഒരു ഫിലിപ്പൈൻ ഗവൺമെന്റിന്റെ ഏറ്റവും അവരുടെ ഒരു അഭിമാന സ്തംഭമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു അവാർഡ് മുൻകൂട്ടി ആലോചിക്കുകയോ പറയുകയോ അന്വേഷിക്കുകയോ ചെയ്യാതെ പ്രഖ്യാപിക്കുക, പിറ്റേന്ന് നിരാകരിക്കുക എന്നുള്ളൊരു സ്ഥിതി വരാൻ അവരൊരിക്കലും ഇടയാക്കൂല. അപ്പോൾ അതുകൊണ്ട് അത് നേരത്തെ അന്വേഷിക്കുകയോ ആലോചിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇത് ടീച്ചറോട് നേരത്തെ അല്ലെങ്കിൽ പാർട്ടിയോട് നേരത്തെ അന്വേഷിക്കുക ആലോചിക്കുക ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കാൻ പറ്റുന്നത്. സംശയം ഞാൻ ചോദിക്കുകയാണ്, ഇത്തരത്തിൽ ഒരു അർഹതയില്ലാതെയാണോ ഈ വിദേശ മാധ്യമങ്ങൾ അതുപോലെ ഇപ്പം മെഗ്സാസെ ഫൗണ്ടേഷനൊക്കെ ശൈലജ ടീച്ചറെ പരിഗണിക്കുന്നത് എന്ന് നമുക്ക് ആലോചിക്കേണ്ടി വരും. പിന്നെ എൻ്റെ ഒരു തോന്നല്, എൻ്റെ ഒരു നിരീക്ഷണം, തീർച്ചയായിട്ടും ഈ അവാർഡ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ല എന്ന് തന്നെയാണ്. കാരണം കൂടുതൽ ജനപ്രീതി, കൂടുതൽ അംഗീകാരം തന്നെക്കാൾ ഒരാൾക്ക് വരാൻ പാടില്ല എന്നൊരു അസഹിഷ്ണുത അദ്ദേഹത്തിന് ഉണ്ട് എന്ന് വിചാരിക്കാൻ എനിക്കൊരു ന്യായമുണ്ട്. എന്താ വെച്ചാൽ ആ പാൻഡമിക്, ആ പകർച്ചവ്യാധി വന്ന സമയത്ത് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയെ മാറ്റിയിട്ട് പത്രസമ്മേളനം നടത്തുന്ന മുഖ്യമന്ത്രിയായി അതിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു മിണ്ടാത്ത ഒരു പാവയായിട്ട് ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചർ ഇരിക്കുന്നത് നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ, നമുക്കിനി അദ്ദേഹത്തെ നേരിട്ട് വിളിക്കാം. ഇങ്ങോട്ട് വിളിച്ചോ? ശരി മാഷല്ലേ? അതെ, ഞാൻ വിളിച്ചിരുന്നു മാഷേ. ഞാൻ ഇത്ര ലേറ്റ് ആയിട്ട് വിളിച്ചതിൽ ഐ ആം സോറി, ബുദ്ധിമുട്ടിച്ചതിൽ. അല്ല, നിങ്ങള് പേര് പറയൂ. എന്റെ പേര് ദീപു എന്നാണ്, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുകയാണേ. എന്താ വിഷയം? നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു സിവിൽ എഞ്ചിനീയർ ആണ്, ഞാൻ ഇവിടെ വർക്ക് ചെയ്യാം. ഞാൻ വിളിച്ചെന്താ വെച്ചാല്, മാഷിന്ന് ടിവിയില് പിന്നെ മാക്സസെ അവാർഡിനെ കുറിച്ച് സംസാരിച്ചിരുന്നല്ലോ. അപ്പൊ അതിനെപ്പറ്റി ഒരു രണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. സംസാരിച്ചോട്ടെ? മാഷ് പറഞ്ഞു ഈ മാക്സസെ അതിന്റെ അതോറിറ്റീസ് എല്ലാ അനാലിസിസും ഒക്കെ കഴിഞ്ഞിട്ടാണ് ടീച്ചർക്ക് അവാർഡ് കൊടുത്തിട്ടുള്ളത്. അപ്പം ടീച്ചർ അവാർഡ് സ്വീകരിച്ചില്ല. അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. സാധാരണഗതിയിൽ ഒരുമാതിരിപ്പെട്ട ഏത് അവാർഡ് കമ്മിറ്റിയും ബന്ധപ്പെട്ട ആളുകളോട് അന്വേഷിക്കുക ആലോചിക്കുക ചെയ്യാതെ അവാർഡ് പ്രഖ്യാപിക്കൂല. ഓക്കെ, കാരണം അതൊരു കോമൺ സെൻസ് ആണ്. ഓക്കെ, അത് നടക്കട്ടെ. അപ്പൊ അവരുടെ ആ പരിപാടികളെല്ലാം നടത്തിയതിനു ശേഷം ഇങ്ങനെ അവാർഡ് ആയിരിക്കാം ഞാൻ പറഞ്ഞത്. ആയിരിക്കാം, അതല്ല, അതാണ് ആയിരിക്കാം എന്നാണ് പറഞ്ഞത്. നമുക്ക് ഉറപ്പില്ല, ആയിരിക്കാം എന്നാണ് പറയുന്നത്. അല്ല, നമുക്കിപ്പോ നാട്ടിൽ നടക്കുന്ന നമ്മളൊക്കെ അറിയുന്ന കാര്യങ്ങൾ, ഇപ്പോ ഞാൻ ചില അവാർഡ് കമ്മിറ്റിയിലൊക്കെ ഇരുന്നിട്ടുള്ള ആളാണ്. അല്ല, അത് ശരി മാഷെ, ഞാൻ അതൊക്കെ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വിചാരിച്ചാല്, നമ്മള് ആ ഒരു പേഴ്സൺ കൺസേൺ നമ്മൾ അവരെ മുൻകൂട്ടി അറിയിക്കും. അവരുടെ അനുവാദം വാങ്ങിയിട്ടാണ് ഇത് ഡിക്ലെയർ ചെയ്യുക. ഐ നോ ദാറ്റ്. അല്ല, ഞാൻ മാഷിന്റെ ഈ ഇവിടെ ഉള്ള ഈ കാര്യം വെച്ചിട്ട് മാഷ് അതിനെ അതുമായിട്ട് കണക്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. മാഷിന് അവിടെ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. ബട്ട് മാഷിന് ഇവിടെ ഒരു ഞാൻ അങ്ങനെ അറിയാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ മാഷ് ഇവിടെ വെച്ചുള്ള അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് മാഷ് അവിടെ കണക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. അപ്പം അത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചത്, മാക്സസെ അവാർഡ് ടീച്ചർ സ്വീകരിച്ചില്ല, അത് തെറ്റാണ് എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, ഇതേ എല്ലാ ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ടീച്ചർ ചെയ്തത് തെറ്റാന്നല്ല ഞാൻ പറഞ്ഞത്, പാർട്ടി ചെയ്തത് തെറ്റാന്ന്. ശരി, പാർട്ടി ചെയ്തത്. ഓക്കെ, പാർട്ടി ടീച്ചർ കൂടെ അടങ്ങുന്നതാണല്ലോ പാർട്ടി. അതായിക്കോട്ടെ. അതായത് അപ്പൊ ടീച്ചർ പാർട്ടിയുടെ ഭാഗമായി നിന്നുകൊണ്ടിട്ടാണ് ടീച്ചർ പറഞ്ഞത് ഞാൻ നിരസിക്കുന്നു. ഞാൻ പറയട്ടെ, CPM-ന്റെ ഭാഗമാണ് ജ്യോതി ബസു. ജ്യോതി ബസു പ്രധാനമന്ത്രി ആവണ്ട എന്ന് തീരുമാനിച്ച് ചരിത്രപരമായ മണ്ടത്തരാണെന്ന് പറഞ്ഞ ജ്യോതി ബസു തന്നെയാണ്. ജ്യോതി ബസുവാ പറഞ്ഞത്, പാർട്ടി അല്ല പറഞ്ഞത്.
ജ്യോതി ബസുവാണ് മണ്ടത്തരാന്ന് പറഞ്ഞത്. ജ്യോതി ബസു പറഞ്ഞു എന്ന് മാഷ് പറയുന്നു. ശരി, അത് പാർട്ടി അല്ല പറഞ്ഞത്, പാർട്ടിയുടെ തീരുമാനമാണ്. പാർട്ടിയുടെ തീരുമാനം അനുസരിക്കുക അല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനം എടുക്കാനുള്ള പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഞാൻ എന്റെ ഒരു കാര്യം ഇത് പറയുന്ന ചോദിച്ചത്. അപ്പം അങ്ങനെ എല്ലാ അനാലിസിസും നടത്തി ടീച്ചറുടെ ഈ പറഞ്ഞ ടീച്ചറുടെ ചെയ്ത കാര്യങ്ങളെല്ലാം വെൽ ആൻഡ് ഗുഡ് ആയതുകൊണ്ടാണ് ഈ പുള്ളിക്കാരി ആ പൊസിഷനിലേക്ക് വന്നത്, അവാർഡിന്റെ പേരിലേക്ക് വന്നത്. ഇതേ അവാർഡ് ഏതെങ്കിലും ഒരു സംഘടന പിന്നെ ഗോഡ്സയുടെ പേരിലാണ് കൊടുത്തതെങ്കിൽ അത് ടീച്ചർ സ്വീകരിക്കണമെന്ന് പിന്നെ മാഷ് പറയൂ? ഗോഡ്സയുടെ പേരിൽ അവാർഡ് സ്വീകരിക്കണമെന്ന് ഞാൻ പറയില്ല. അപ്പം ടീച്ചറുടെ ചെയ്ത പ്രവൃത്തികളൊക്കെ അവിടെ ഉണ്ട്, സ്റ്റിൽ എക്സിസ്റ്റ്, ബട്ട് ദർ ഇസ് എ നെയിം വിച്ച് കംസ് ഡിഫറെന്റ്. ഗോഡ്സെ എന്ന് വന്നു, അപ്പം സ്വീകരിക്കണമെന്ന് പറയില്ല. ഗോഡ്സെ അല്ല, മഗ്സാസയുടെ പേരിലുള്ള അവാർഡ് ഇന്ത്യയിൽ ആദ്യം കൊടുത്തത് വിനോബ ഭാവയ്ക്കാണ്. വാട്ട് എവർ ഇറ്റ് മേ ബി സർ, ഇറ്റ് വിൽ ബി ഡിഫറെന്റ് ഫ്രം ഡിഫറെന്റ് പേഴ്സൺസ്. നമ്മൾ വ്യക്തികൾക്കനുസരിച്ചോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ചോ നിൽക്കുന്ന ആൾക്കാർ അവരുടെ തീരുമാനമെടുക്കും. സാറ് തന്നെ ഒരു തീരുമാനം, മാഷ് തന്നെ ഒരു ഇതിനെപ്പറ്റി ഒരു അനാലിസിസ് നടത്തി മാഷ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായത്തിൽ ടീച്ചറുടെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ചെയ്ത കാര്യങ്ങളെല്ലാം അനാലിസിസ് ചെയ്ത് ടീച്ചറെ ഈ ഇതിലേക്ക് അവാർഡിലേക്ക് കൊണ്ടുവന്ന മാക്സസെ അവാർഡ് പോലെ മറ്റൊരു സംഘം ഇതുപോലെ ഗോഡ്സയുടെ പേരിലാണ് അവാർഡ് കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ സാർ എന്ത് പറയും എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഞാൻ ഗോഡ്സയുടെ പേരിൽ അവാർഡ് മേടിക്കാൻ പാടില്ല എന്ന് പറയും. അപ്പം ടീച്ചർ ചെയ്തതെല്ലാം അവിടെ ഉണ്ട്, പക്ഷെ പേര് ഗോഡ്സെയാണ്. അപ്പൊ മാഷിന് ഒബ്ജക്ഷൻ ഉണ്ട്. അപ്പൊ അതേപോലെ പാർട്ടിക്കും ഉണ്ടായിക്കൂടെ? ഗോഡ്സയുടെ പേരിൽ അവാർഡ് വാങ്ങി എനിക്ക് ഒബ്ജക്ഷൻ ഉണ്ട്. അതെ, അപ്പം അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുന്നവർക്ക് മാക്സേസയുടെ പേരിൽ ഒബ്ജക്ഷൻ ഉണ്ട്. ആയിക്കോട്ടെ, അത്രേ ഉള്ളൂ. അപ്പം പിന്നെ ഞാനൊരു കാര്യം ചോദിക്കുന്നു, പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചേനെ എന്ന് അങ്ങ് പറഞ്ഞു. പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറഞ്ഞു. ഞാൻ പറഞ്ഞത് പിണറായി വിജയനാണ് പ്രഖ്യാപിച്ചെങ്കിൽ അദ്ദേഹം സ്വീകരിക്കുമായിരുന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞു. അതെ, എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ തോന്നിയത്? നേരത്തെ ഇങ്ങനെ എന്തെങ്കിലും അവാർഡുകളോ അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഒരു അത്യാർത്തി പൂണ്ട് എന്തെങ്കിലും സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയോ പൊസിഷൻ കിട്ടാൻ വേണ്ടിയോ അദ്ദേഹം നേരത്തെ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അങ്ങേക്ക് പറഞ്ഞു തരാൻ കഴിയുമോ? ഞാൻ അപ്പൊ തന്നെ ആ മീറ്റിംഗ് ആ ചർച്ച തന്നെ പറഞ്ഞല്ലോ, ആരോഗ്യ വകുപ്പിന്റെ കാര്യങ്ങൾ 2-3 ദിവസം ശൈലജ ടീച്ചർ പറഞ്ഞിട്ട് പിന്നെ ആ കാര്യങ്ങളൊക്കെ 6 മണിക്കുള്ള സമ്മേളനം നടത്തുന്നത് പിണറായി വിജയനാണ്, മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് അല്ല, ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി തൊട്ടടുത്ത് മിണ്ടാതെ അവിടെ കുത്തിരിക്കുകയാണ്. നമ്മൾ എത്ര മാസം കണ്ടു നമ്മൾ. അതായത് ആരോഗ്യമന്ത്രി നടത്തിയിരുന്ന പത്രസമ്മേളനങ്ങള് സഖാവ് പിണറായി വിജയൻ നടത്തിയത് കൊണ്ട് പിന്നെ ഇങ്ങനെ പിണറായി വിജയൻ അതിനകത്ത് ഇതിനെ സൂപ്പർസീഡ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ മുകളിൽ കയറി ഇത് വാങ്ങിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിയെന്ന് അങ്ങേക്ക് തോന്നി. ഞാൻ ചോദിക്കട്ടെ, അന്ന് ഇത് വാങ്ങിച്ചെടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലല്ല, ഞാൻ ചോദിച്ചത് ആ സാധനം അദ്ദേഹത്തിന്, ആ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം സ്വീകരിക്കുമായിരുന്നു അങ്ങയുടെ ഒരു ബോധ്യത്തിൽ നിന്ന് അങ്ങ് പറയുന്നു. ആ ബോധ്യം വന്നത് തോന്നൽ ശരി, ആ തോന്നല് അങ്ങേക്ക് വന്നത് ഈ പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി നടത്തിയിരുന്ന പത്രസമ്മേളനത്തിന്റെ മുഖ്യമന്ത്രി അത് നടത്താൻ തുടങ്ങിയപ്പോഴാണ് അങ്ങേക്ക് ഇത് തോന്നലുണ്ടായത്. ഞാൻ ചോദിക്കട്ടെ, അത് മാത്രമല്ല പറയൂ. ഇപ്പോ പി ജയരാജനെ പറ്റി കണ്ണൂരിലെ സഖാക്കള് പാട്ടുപാടുകയും പാമ്പറ്റ് അടിക്കുകയും ചെയ്യുമ്പോ അതിന് എതിർപ്പുണ്ട്. സാർ, അത് വേറെ കാര്യമല്ലേ? അത് വേറെ കാര്യമാണ്. അതിനകത്ത് അതൊക്കെ വേറെ കാര്യമാണ്. അദ്ദേഹത്തെ വ്യക്തിപരമായി പൂജിക്കുന്ന പാട്ട് പാടിയിട്ട് തിരുവാതിരക്കളി നടത്തുന്നതിനെതിരില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, അതിനെ പിണറായി വിജയൻ അംഗീകരിച്ചിട്ടുണ്ടോ? അതേപോലെ ഞാൻ ചോദിക്കട്ടെ, കൊടി സ്വന്തം പിന്നെ ചിത്രം, അല്ല സാർ ഒരു സെക്കൻഡ്, സ്വന്തം കൊടി, സ്വന്തം മുഖം ഒരു കൊടിയിൽ ആലേഖനം ചെയ്തിട്ട് വീശിയപ്പം സ്റ്റേജിൽ നിന്നിട്ട് സഖാവ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള വാക്കുകൾ എന്താണ്? എന്റെ പടമല്ല വെക്കേണ്ടത്, എനിക്ക് ഓരോ കാര്യങ്ങള് പാർട്ടി തരുന്നതാണ്, ഇവിടെ അനേകായിരം പേരുണ്ട്, അതുകൊണ്ട് ആ കൊടി മാറ്റി വെക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നേതാവാണ് സഖാവ് പിണറായി വിജയൻ. അതിരിക്കട്ടെ, ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന പത്രസമ്മേളനം അന്ന് ഈ പറയുന്ന ശൈലജ ടീച്ചർ നടത്തിയപ്പം ഇവിടുത്തെ പ്രതിപക്ഷം പറഞ്ഞത് എന്താ? ഇവരെന്താണ് കാണിക്കുന്നത്? എവിടെ മുഖ്യമന്ത്രി? ഈ മുഖ്യമന്ത്രി എവിടെ? ഞാൻ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാളല്ല. അല്ല, അപ്പം അങ്ങനെ പ്രതിപക്ഷത്തിരിക്കുന്ന അങ്ങ് ആളല്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യങ്ങള് പ്രതിപക്ഷം, അതായത് നിയമസഭയിലുള്ള ആൾക്കാരാണല്ലോ അവര് പറയുമ്പം അത്രയും വലിയൊരു പാൻഡമിക് സിറ്റുവേഷനിൽ നാടിന്റെ മുഖ്യമന്ത്രി തന്നെ വന്ന് അത് സംസാരിക്കുന്നതിൽ എന്താണ് വിഷയം?
അല്ല എനിക്കോ ഞാൻ ചോദിക്കുന്നത് അത് കവർന്നെടുത്തു എന്ന് പറയുന്നതിനകത്ത് എന്ത് അർത്ഥമാണ് ഉള്ളത് സർ? കവർന്നെടുത്തു എന്നുള്ള വാക്കൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അല്ല, അങ്ങ് പറയുന്ന ബോധ്യം, അതായത് അങ്ങ് പറഞ്ഞത് ഞാൻ ഉപയോഗിച്ച വാക്കുകൾക്ക് എനിക്ക് ഉത്തരവാദിത്തമുള്ളൂ. അല്ല, മനസ്സിലായി, ഈ അർത്ഥത്തിലാണല്ലോ. കാരണം എന്താ വെച്ചാല് മിസ്റ്റർ ദീപു കുറച്ച് വികാരഭരിതനായിട്ടാണ് സംസാരിക്കുന്നത്. അല്ല, ഞാൻ ഞാൻ അത് കേട്ടത് കൊണ്ട് എനിക്ക് തോന്നിയ സംശയങ്ങൾ ഞാൻ സാറിനോട് ചോദിക്കുകയാണ്. അല്ല, വികാരഭരിതനായതുകൊണ്ടാണ് നിങ്ങളുടെ സ്വന്തം വാക്കുകൾ വരുന്നത്. അല്ല, അത് പോട്ടെ, ഞാൻ എന്റെ വാക്കുകളെല്ലാം മാറ്റി വെച്ചേക്കൂ. എന്റെ വാക്കുകളെല്ലാം ഞാൻ എന്റെ വാക്കുകളെല്ലാം പിൻവലിക്കുന്നു. സാറ് പറഞ്ഞ വാക്കുകൾ അവിടെ വെച്ചോളൂ. അല്ല, ഇത് നമ്മള് ഇതിപ്പോ ഈ എന്റെതിനൊക്കെയുള്ള മറുപടി നേരത്തെ മറ്റേ ഒരു LDF സഹയാത്രി ഉണ്ടായിരുന്നല്ലോ, റിജി ലൂക്കോസ്, അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കാരശ്ശേരി മാഷിക്ക് കമ്മ്യൂണിസ്റ്റ് വിരോധാണ്. ഞാൻ അതൊന്നും പറയുന്നില്ല സർ. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങയെ വിളിച്ചതെന്ന് വെച്ചാൽ ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കാര്യം വരുമ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത് എന്നുള്ള ഒരു നമുക്കൊരു ചിന്ത ഉണ്ടാവുമല്ലോ സർ. ആ ചിന്തയിൽ ചില ചിന്തകളിൽ നിന്ന് വേറിട്ട് സാറ് വളരെ വലിയ രീതിയിൽ ഇത് മനഃപൂർവ്വം പറയുന്നതാണോ എന്നെനിക്കൊരു സംശയം. അതുകൊണ്ടാണ് ഞാൻ സാറിനെ വിളിച്ചത്. അല്ല, അങ്ങനെ സംശയിക്കുന്ന എത്രയോ 10,000-കണക്കിന് CPM അനുഭാവികളും അനുയായികളും ഉണ്ടാവും. അവരാരും വിളിച്ചില്ലല്ലോ സാർ, സാറിനെ ഞാനല്ലേ വിളിച്ചത്. അല്ല എന്നെ പലരും വിളിക്കാറുണ്ട്. അവര് ശുണ്ടി എടുത്ത് വിളിക്കുന്നവരുണ്ട്, എന്നോട് സാധുവിക്കാൻ വേണ്ടി വിളിക്കുന്നവരുണ്ട്, എന്നോട് വിശദീകരിക്കാൻ വേണ്ടി വിളിക്കുന്നവരുണ്ട്, അനുമോദിക്കാൻ വിളിക്കുന്നവരുണ്ടാവും. അല്ല, അതൊക്കെ ഇത് പാർട്ട് ഓഫ് ദി ഗെയിം. അത് എനിക്ക് എത്ര ശീലമുള്ള കാര്യങ്ങളാണ്. അപ്പോ ഈ എന്റെ കണക്കിന് ഞാനത് ചർച്ചയെ പറഞ്ഞ ഉപയോഗിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിച്ചതാണ്. വിശ്വനാഥനോട് ഞാൻ പറഞ്ഞ മറുപടി ഇതാ, അവർക്ക് 60,000 വോട്ടിന്റെ ഭൂരിപക്ഷം കൊടുത്തു. കേരളത്തിലെ ജനങ്ങൾ ആ പാൻഡമിക് ഡീൽ ചെയ്തതിനുള്ള അനുമോദനമാണത്. സാർ പറയുന്ന 60,000 വോട്ട് എനിക്കറിയില്ല, ആ വോട്ടിന്റെ കണക്കുകൾ, അവിടെ പോൾ ചെയ്ത വോട്ട് എത്ര, ഇതൊക്കെ അതിനകത്ത് വരും ഈ ഭൂരിപക്ഷത്തില്. മട്ടന്നൂര് ചിലപ്പോൾ പിണറായില് മട്ടന്നൂർ എന്ന് പറയുന്നത് ഇവിടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, പറഞ്ഞോളൂ. അത് കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞോക്കെ ഞാൻ കേൾക്കാം. ഓക്കെ, ശരി. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം ജനങ്ങൾ കൊടുത്ത് ജയിപ്പിച്ച് ശൈലജ ടീച്ചറെയാണ്. ഓക്കെ, അത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 60,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അതെ. അവരെന്തുകൊണ്ട് മന്ത്രിയായില്ല എന്നൊരു പ്രശ്നം എനിക്കുണ്ട്. അതൊക്കെ പക്ഷെ അത് പാർട്ടിയാണല്ലോ തീരുമാനിക്കുന്നത്. ജനഹിതം തീരുമാനിക്കുന്നത് അതിൽ. അതായപ്പോ ഞാനിപ്പോ എന്നൊന്നും ചോദിക്കുന്നതല്ല, KR ഗൗരവം എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയില്ല എന്നെനിക്കൊരു ചോദ്യം എന്നെ ഉണ്ട്. മാത്രമല്ല എത്രയോ ആളുകളുണ്ട്. ഗോൾ പോസ്റ്റ് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകണം. ഞാൻ അല്ല, നിങ്ങൾ ആരോപണം ഒന്നും ഉന്നയിക്കണ്ട. ഇല്ല, ഞാൻ ആരോപണം ഉന്നയിക്കല്ല. ആരോപണം ഉന്നയിക്കണ്ട. അപ്പൊ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അല്ല, നമുക്കിത് ഇവിടെ ക്ലോസ് ചെയ്യാം. എന്താ കാരണം വെച്ചാല് ഒരു കാര്യം കൂടെ ഉണ്ട്. ശൈലജ ടീച്ചറോട് ഇപ്പൊ നിങ്ങൾ പറയുന്നത് ശൈലജ ടീച്ചറോടോ അവരോട് ബന്ധപ്പെട്ട ആളുകളോടോ ഒരു തരത്തിലുള്ള അന്വേഷണമോ ആലോചനയോ നടത്താതെയാണ് അവർ മഗ്സാസെ അവാർഡ് പ്രഖ്യാപിച്ചതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് ഞാൻ പറഞ്ഞില്ല. സാറ് പറഞ്ഞത് സാറിന്റെ ഇവിടുത്തെ അറിവിൽ വെച്ച് സാർ അവിടെ കണക്ട് ചെയ്യണം. സാറിന് പറഞ്ഞുകൂടാ അവർ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് സാറിന് പറഞ്ഞുകൂടാ. അല്ലല്ല, കേരളത്തിലെ കാര്യം മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള ചില്ലറ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അറിയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അല്ല, ഇതിന്റെ കാര്യത്തിൽ സാറ് പൂർണ്ണമായിട്ടും അല്ല ദീപു, മഗ്സാസെ അവാർഡിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആ ചർച്ചയിൽ തന്നെ പറഞ്ഞു, സാഹിത്യ അക്കാദമിക്ക് അങ്ങനെ ഒരു പരിപാടി ഇല്ല. അല്ല, ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ. നിങ്ങള് ഇൻടോളറൻസ് കാണിക്കരുത്. ഇല്ല, ഞാൻ അങ്ങനെ കാണിക്കില്ല. പ്രത്യേകിച്ച് സാറിനെ അല്ലല്ല, അത് കാണിക്കാനേ ആരോടും കാണിക്കാം, കാണിക്കുന്നില്ല ആരോടും കാണിക്കരുത്. അത് സാറും ഒന്നും അതിന് വ്യത്യാസമില്ല. അതായത് സാഹിത്യ അക്കാദമി വെച്ചാൽ എന്താണെന്ന് വെച്ചാല് ഗ്രന്ഥകാരന്മാരോ പ്രസാധകന്മാരോ അവരുടെ സുഹൃത്തുക്കളോ അയച്ചു കിട്ടിയ പുസ്തകങ്ങളാണ് പ്രധാനമായിട്ടും പരിഗണിക്കുക. അപ്പൊ പിന്നെ അവരോട് ചോദിക്കേണ്ടതില്ല എന്നൊരു കണക്കാണ് അക്കാദമി ചെയ്യുന്ന വലിയ അബദ്ധം. അപ്പോ കഴിഞ്ഞ തവണ പിന്നെ കുഞ്ഞാമന്റെ പുസ്തകത്തിന് അവാർഡ് പ്രഖ്യാപിച്ചു. കുഞ്ഞാമന് അവാർഡ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ബാലചന്ദ്രൻ ചുള്ളിക്കാട് തനിക്ക് അവാർഡ് വേണ്ടാന്ന് പ്രഖ്യാപിച്ചിട്ടും അക്കാദമി അദ്ദേഹത്തിന് അവാർഡ് പ്രഖ്യാപിച്ചു. അതേ വാങ്ങാൻ പോയില്ല. അപ്പൊ അങ്ങനെ അല്ലാതെ സാധാരണ മറ്റ് അവാർഡുകളൊക്കെ, പ്രത്യേകിച്ച് പ്രസ്റ്റീജിയസ് ആയ അവാർഡുകളൊക്കെ, അതൊരു മര്യാദയാണ്. ഒരാളുടെ അറിവോ അനുവാദമോ കൂടാതെ പ്രഖ്യാപിക്കില്ല എന്നുള്ളത്. ഞാനൊരു കോമൺ സെൻസ് പറഞ്ഞ നമുക്ക് അതിന്റെ വാസ്തവം അറിയാതെ നമ്മൾ അറിയാമെന്ന് ഭാവിക്കുകയോ
അറിയാമെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതെ ഞാൻ അതെ പറഞ്ഞു ഇങ്ങനെയാണ് അല്ല അത് ആ കാര്യത്തില് നമ്മൾ ഇവിടുത്തെ ഒരു പിന്നെ പ്രൊസീജിയർ നമ്മൾ അവിടെ കൊണ്ട് കൂട്ടിക്കെട്ടുമ്പോൾ അത് ഉണ്ടത്രേ ആണത്രേ സൂചന അതുപോലെ തന്നെയുള്ളത്. അല്ല ദീപു ഒറ്റ കാര്യം, ഈ മറ്റ് നാട്ടിലെ കാര്യങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ മറ്റു നാട്ടുകാർ ഇന്ത്യക്കാരെക്കാൾ മര്യാദ ഉള്ള കൂട്ടരാണ്. അതൊക്കെ ആക്കിയോട്ടെ സാർ, ഞാൻ അതൊന്നും ഞാൻ പറഞ്ഞില്ല, നിഷേധിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, അല്ല ഒരു കാര്യം സാറ് പക്ഷേ നിങ്ങൾ ദേഷ്യം പിടിപ്പിച്ച കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല എനിക്കൊരു ദേഷ്യമില്ല, എനിക്കൊരു ദേഷ്യമില്ല. ദേഷ്യം പിടിക്കാൻ റൈറ്റ് ഉണ്ട്. അല്ലല്ല എനിക്കില്ല, എനിക്ക് ദേഷ്യമില്ല. അല്ല അതിപ്പോ എനിക്ക് നിങ്ങളുടെ സ്വരത്തിലോ വാക്കിലോ ഒക്കെ എനിക്ക് മനസ്സിലാവും. അത് സാറ് മനസ്സിലായിക്കോട്ടെ. ഞാൻ അതിലൊന്നും ഒരു കുറ്റവും കാണുന്നില്ല. സാർ എന്റെ ദേഷ്യമോ എന്റെ വ്യക്തിപരമായിട്ടുള്ള പിന്നെ സ്വഭാവത്തിന്റെ ഇതോ അല്ലല്ലോ ഞാൻ ചോദിച്ചത്. ഞാൻ ഈ വിഷയത്തിൽ ഊന്നിയാ ചോദിച്ചത് ഗോഡ്സെയുടെ പേരിലാണ് അവാർഡ്. ഈ കാര്യങ്ങളെല്ലാം രണ്ടുപേര് ഒരേ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് പിന്നെ ഗോഡ്സെ ആയി മാറുമ്പോ അങ്ങേക്ക് ആ അവാർഡ് നിഷിദ്ധമാണ്. അപ്പം ശൈലജ ടീച്ചർ ചെയ്ത കാര്യങ്ങളെല്ലാം ക്യാൻസൽഡ് അല്ലേ? ഒറ്റ കാര്യം, വിനോബാ ഭാവെ വിനോബാ ഭാവെ നമ്മൾ ഈ സിറ്റുവേഷനിൽ വരുമ്പോ അവരൊക്കെ വ്യക്തികളാണ്, ആ വ്യക്തികൾക്ക് മാത്രമാണ്. ഇവിടെ ഒരു നിൽക്കുന്നവർക്ക് പ്രസ്ഥാനത്തിനോടുള്ള ചോദ്യവും അവരോടുള്ള അനുവാദവും ഒക്കെ കിട്ടിയിട്ട് വേണം ആ പ്രസ്ഥാനത്തിനുള്ള ഒരു തീരുമാനമെടുക്കാൻ. അതാണ് അവരെടുത്തത്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ അങ്ങോട്ട് ചോദിക്കട്ടെ. നിങ്ങളുടെ പ്രതിഷേധം എനിക്ക് മനസ്സിലായി. അല്ലല്ല ഒരു കാര്യം കൂടെ ചോദിച്ചാൽ ഒറ്റ കാര്യം കൂടെ സാർ, അതായത് ഈ ഇപ്പൊ ശൈലജ ടീച്ചർ ചെയ്ത കാര്യങ്ങളെല്ലാം നല്ലതായത് കൊണ്ടിട്ടാണ് അങ്ങ് ശൈലജ ടീച്ചറെ ഈ പിന്നെ ഈ മാക്സസെ അവാർഡിന്റെ കാര്യം ഇപ്പൊ ഒക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ ഇരിക്കെ ഈ അവാർഡ് കിട്ടി, ഇപ്പൊ ഈ മാക്സസെ അവാർഡ് എന്തായാലും അവർക്ക് തന്നെയാണല്ലോ, അത് ഈ ചെയ്തതിന്റെ ഫലത്തിൽ തന്നെയാണല്ലോ. അപ്പൊ വാട്ട് എവർ ഷീ ഹാവ് ഡൺ ഈസ് വെൽ ആൻഡ് ഗുഡ്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇവിടെ കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ഇവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കം ഈ ടീച്ചറെ കുറിച്ച് പറഞ്ഞത് മുഴുവൻ പിൻവലിക്കുക കൂടെ ഈ സാഹചര്യത്തിൽ വേണമെന്ന് അങ്ങ് പറയേണ്ടതായിരുന്നില്ല? അങ്ങൊരു നിഷ്പക്ഷനായിരുന്നെങ്കിൽ ആയിട്ട് ചിന്തിച്ച് പറയുകയാണെങ്കിൽ. ഞാൻ നിഷ്പക്ഷനല്ല. യെസ് ദാറ്റ്സ് ഇറ്റ്. അല്ല ഒറ്റ കാര്യം ദീപു, അപ്പോ വളരെ സന്തോഷമായല്ലോ, ദേഷ്യം മാറിയല്ലോ. അല്ലല്ല എനിക്ക് ദേഷ്യമില്ല, അതാണ് അവിടെ നമ്മൾ ദീപു എനിക്ക് പക്ഷമുണ്ട്. നിങ്ങൾ CPM ആയിരിക്കുന്ന പോലെ നിങ്ങൾക്ക് തിരിയാത്തൊരു പക്ഷമുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ തെറ്റാണ് അന്ന് പറഞ്ഞ ആളാണ് ഞാൻ. എനിക്കറിയില്ല, അത് ഇപ്പോഴും കൂടെ റിപ്പീറ്റ് ചെയ്യണമായിരുന്നില്ലേ? എന്റെ സൗകര്യം. അത് ശരി, ആ സൗകര്യത്തെയാണ് സാർ നിഷ്പക്ഷതയില്ല എന്ന് പറയുന്നത്. ആ സൗകര്യത്തെയാണ് നിഷ്പക്ഷ അല്ലല്ല ആ സൗകര്യക്കേടിനെയാണ് സാർ നിഷ്പക്ഷതയില്ല എന്ന് പറയുന്നത്. അല്ല നിഷ്പക്ഷനാണ് ഞാൻ പറഞ്ഞില്ല, ഇങ്ങോട്ട് പറഞ്ഞു സൗകര്യമില്ല. അപ്പൊ ഇതാണ് വിഷയം. ഗോഡ്സെയുടെ പേരിൽ ആണ് അവാർഡെങ്കിൽ പേരിൽ അവാർഡ് എനിക്ക് വേണ്ട, ആരും അല്ല അങ്ങേക്ക് തരുന്ന കാര്യമല്ല. ഈ അവാർഡ് ഗോഡ്സെയുടെ പേരിലായിരുന്നെങ്കിൽ വാങ്ങരുത്. ശൈലജ ടീച്ചർ ചെയ്ത കാര്യങ്ങളെല്ലാം ക്യാൻസൽ നടത്തിയത് ഗോഡ്സെയുടെ പേരിൽ അവാർഡാണെങ്കിൽ എനിക്ക് വേണ്ട, ആരും വാങ്ങാൻ ഞാൻ അംഗീകരിക്കില്ല. ഞാൻ നിഷ്പക്ഷനല്ല, എനിക്ക് പക്ഷമുണ്ട്. നിഷ്പക്ഷന ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആ പക്ഷം ഈ പറയുന്ന രീതിയിൽ കൂടെ കുറച്ചുകൂടെയൊക്കെ ഈ പറയുന്ന CPM വിരുദ്ധതയും പിണറായി വിരുദ്ധതയുമായി മാറരുത്. അങ്ങേ പോലെടുത്ത് പിണറായി വിരുദ്ധനായി മാത്രം അങ്ങ് മാറിപ്പോകരുത്, അങ്ങ് ചുരുങ്ങി പോകുന്നു എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങ് പിണറായി വിരുദ്ധനായി മാത്രം ചുരുങ്ങി പോകരുത്, അങ്ങേ പോലെ ഒരു വലിയ ആള്. അതെന്നെ വിട്ടേക്ക്. അങ്ങനെ വിടാനായിട്ട് ഞങ്ങളൊക്കെ സ്നേഹിക്കുന്നവരാണ്. ഞങ്ങള് സാറിനോട് പറയണ്ടേ, സാറിന്റെ തീരുമാനമാണ് അത്. പിണറായി വിരുദ്ധനാണ്. ശരി, ഓക്കെ, അത് സാറിന്റെ തീരുമാനമായിക്കോട്ടെ. പറഞ്ഞിട്ടില്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ക്ലെയിം ചെയ്തിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കലും നിഷ്പക്ഷനായിരുന്നിട്ടില്ല ഞാൻ. യെസ്, അതാണ് പ്രോബ്ലം സർ, അതാണ് പ്രോബ്ലം. അതുകൊണ്ടാണ് സാറിന് ഈ ഒറ്റ ദൃഷ്ടിയില് കാര്യങ്ങൾ കാണുന്നത്. സംസാരം തുടങ്ങിയ അങ്ങനെയാ. അല്ല റെജി ലൂക്കോസ് വർത്തമാനം തുടങ്ങിയ അങ്ങനെയാണ്. എന്തായാലും ഞാൻ റെജി ലൂക്കോസ് ഞാനായിട്ടാണ് നിൽക്കുന്നത്. ഞാനായിട്ട് നിൽക്കുന്നത്.
എന്താണ്? ഞാൻ BJP ആണ്. അയ്യോ, അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല സാർ. എന്തിനാണ് സാർ ഈ ആവേശപൂർവ്വം എന്നെ സംഘിച്ചാപ്പ അടിച്ചു എന്നുള്ള സാധനം കൊണ്ടുവരണമെന്ന് നോക്കണം. ഞാൻ അങ്ങനെയൊന്നും പറയുകയില്ല. ഒരു BJP കാരനാകാൻ മാത്രം കഴിവുകേട് സാറിന് ഇല്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ സാർ ഒരു പിണറായി വിരുദ്ധനാണ് എന്നുള്ളത് വളരെ കൃത്യമാണ്. അതുകൊണ്ടാണ് സാർ ഈ രീതിയിൽ ഒരു പക്ഷം മാത്രം പിടിച്ച് സാറിന്റെ തന്നെ ഉദാത്തമായ അനാലിസിസ് കഴിവുകൾ മാറ്റി വെച്ചുകൊണ്ട് ഈ ഒറ്റ ലൈനിൽ പിടിച്ച് ഒറ്റ നൂലിൽ കൂടെ സഞ്ചരിക്കുന്നത് ശരിയല്ല. ഞാൻ BJP ആണ്. അല്ല, ഞാൻ പറഞ്ഞില്ല അങ്ങനെ. സാർ അതങ്ങനെ പറഞ്ഞുണ്ടാക്കണ്ട. ഇതൊരു ഇരവാദമാണ് സാർ, ഇതൊരു ഇരവാദമാണ്. ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ BJP ആണ്. അല്ല, ഞാൻ പറയാ അതൊരു ഇരവാദമാണ് സാർ. സാറിന് മറുപടി ഇല്ലാതാവുമ്പോ അതൊരു ഇരവാദമാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരാളുടെ അറിവോ അനുവാദം ഇല്ലാതെ അയാൾ കോൾ റെക്കോർഡ് ചെയ്യാൻ പാടുണ്ടോ? ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞല്ലോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നു. ഇപ്പൊ പറഞ്ഞില്ല. ഇല്ല, പറഞ്ഞിട്ടുണ്ട് ഞാൻ. അല്ല, എനിക്ക് തർക്കമില്ല, ഞാൻ BJP ആണ്. അല്ല, സാറിന് എന്തെങ്കിലും പേടിയുണ്ടോ ഇത് ഞാൻ പബ്ലിഷ് ചെയ്താൽ? പിന്നെന്താ സാറ് ചോദിക്കുന്നത്? അതുകൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്യാറില്ല. പക്ഷെ സാർ ഈ പറഞ്ഞത് കൊണ്ടിട്ട് ഞാൻ ഇതെന്താ വേണ്ടെന്ന് വെച്ചാൽ അല്ല, BJP ആയിക്കോ സാറ്, BJP ആയിക്കോ. പക്ഷെ ഞങ്ങളത് പറയില്ലായിരുന്നു. സാർ ആ ഇരവാദം എടുത്ത് അണിയുന്നത് സാറിന് മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് സാർ. അതാണ് വിഷയം. ഞാൻ തോൽപ്പിച്ചിട്ടൊന്നുമില്ല. സാർ എന്തിനാണ് ഇത്ര വേവലാതിപ്പെടുന്നത്? സാർ എന്തിനാ ഇത്ര വേവലാതിപ്പെടുന്നത്? എന്താണ് സാർ ഇത്രയും ടോളറൻസ് സംസാരിക്കുന്നത്? ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ 2-3 ചോദ്യം മാത്രമേ ചോദിച്ചുള്ളൂ. ഇല്ലല്ലേ, അതിനൊന്നും മറുപടി ഇല്ലാന്ന്. നിങ്ങൾ ഇത്ര ബുദ്ധിയുള്ള ആള് ചോദിച്ചാൽ എനിക്ക് അവിടെ അറിയാൻ പറ്റും. നിങ്ങൾ ചെറിയ ആളാണോ? അയ്യോ, ഞാൻ ചെറിയ ആളൊന്നുമല്ല. ഞാനൊരു സാധാരണക്കാരനാണ് സാർ. ഞാനൊരു സാധാരണ പൗരനാണ്. വളരെ ബുദ്ധിമാനാണ്. ഞാൻ സാധാരണക്കാരനാണ്. എനിക്കൊരു അങ്ങേറ്റത്തൊന്നുമില്ല. ഞാൻ ചോദിച്ച ചെറിയ ചോദ്യങ്ങളേ ഉള്ളൂ. അതിന് മറുപടിയും തന്നു. അവസാനം അങ്ങ് തന്നെ പറഞ്ഞു സാറ് പിണറായി വിരുദ്ധനാണെന്ന് പറഞ്ഞു. അല്ല, അതുകൊണ്ടാണ് സാറിന് ഇങ്ങനെ തോന്നുന്നതെന്ന് ഞാൻ പറഞ്ഞോളൂ. പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് സാറിന് ഇങ്ങനെ തന്നെ തോന്നുന്നത്. ഞാൻ BJP ആണ്. ഞാൻ പറഞ്ഞില്ല. അല്ല, ഞാൻ സാർ ഈ ഇരവാദം എന്തിനാണ് സാർ? എന്തിനാണ് സാറേ ഇങ്ങനെ ഇരവാദം? ആയിക്കോ, അതിനെന്താ? ഞാൻ പറഞ്ഞു ആയിക്കോളൂ സാർ. അത് അങ്ങയുടെ സ്വാതന്ത്ര്യമല്ലേ. ഞാൻ പറഞ്ഞില്ല. സാറ് തന്നെ പറയുന്നു സാറ് BJP ആണ്, സാറ് BJP ആണ്. ഞാൻ പറഞ്ഞോ ഈ ഡയലോഗ്സിന്റെ എവിടെയെങ്കിലും സാറ് BJP ആണെന്ന് പറഞ്ഞോ? ഒരു പിണറായി വിരുദ്ധനായി ഇരിക്കാൻ ഒരാൾക്ക് BJP ആവേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ സാറ് പറയുന്നത് സാറ് BJP ആണെന്ന്. ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ദാറ്റ്സ് യുവർ ഫ്രീഡം. സുഹൃത്തെ, പിന്നെ പറയൂ. ഹലോ, പറയൂ. ഞാൻ 2 വാക്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ. ഒറ്റ കാര്യം, MN കാരശ്ശേരി നിഷ്പക്ഷനാണ് എന്ന് അയാളെ എന്തെങ്കിലും പരിചയമുള്ള ആരും പറയില്ല. MN കാരശ്ശേരി ഒരിക്കലും അങ്ങനെ ക്ലെയിം ചെയ്തിട്ടില്ല. അപ്പൊ സാറ് ചെയ്യേണ്ടത് ഇനി ചാനലിൽ ചെല്ലുമ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന പേര് മാറ്റിയിട്ട് ഇടതു വിരുദ്ധൻ എന്ന് എഴുതി വെക്കുക. ആവശ്യമില്ല. രാഷ്ട്രീയ നിരീക്ഷകൻ എന്നത് മാറ്റിയിട്ട് CPM വിരുദ്ധൻ എന്ന് എഴുതി വെക്കുക. രാഷ്ട്രീയ നിരീക്ഷകൻ എഴുതരുത്. ഞാനല്ല, നിങ്ങൾക്ക് അറിയാം. സാറ് പറയണം. അല്ല, ഞാൻ മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടല്ലോ, ചർച്ച പറഞ്ഞിട്ടുണ്ടല്ലോ. സാർ അങ്ങനെ എഴുതുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഇരിക്കുകയുള്ളൂ എന്ന് പറയാ. അല്ല, ഈ മനോരമ ചാനലിൽ എന്ത് എഴുതണമെന്ന് എന്നോട് പറഞ്ഞു. സാറിന് അതിന് പറയാലോ. ഞാൻ അവിടെ വന്ന് സംസാരിക്കണമെങ്കിൽ യു ഹാവ് ടു റൈറ്റ് ദിസ്. ഞാൻ എന്ത് പറഞ്ഞ നിങ്ങൾ പറയരുത്. അയ്യോ, ഞാൻ പറയില്ല. സാറ് പറയാ. അവരെന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. നിങ്ങൾ എന്നോട് ഡിക്റ്റേറ്റ് ചെയ്യാൻ നിങ്ങൾ ആരാ? അയ്യോ, ഞാനും ആരല്ല. ഞാൻ ആരുമല്ല. നിങ്ങൾ ഇന്നത് പറഞ്ഞാലേ മനോരമ ചാനലിൽ വരൂ. ഞാൻ അങ്ങനെയൊന്നും പറയും. സാർ അത്ര വികാരത്തിന് അടിമപ്പെടണ്ട. വിട്ടേക്ക്. ഞാൻ ഇത്രയും പറഞ്ഞുള്ളൂ. ഒരു ദേഷ്യമില്ല. എനിക്കൊരു ദേഷ്യമില്ല. ഈ പിണറായി ഭക്തിയൊക്കെ എനിക്ക് എത്രയോ പരിചയമുണ്ട്. ഞാൻ പിണറായി വിരുദ്ധനാണ്. ശരി സാർ, ഇത്രയും ആകുലപ്പെടണ്ട. സാർ ഇത്രയും സാർ ഇത്രയും അസഹിഷ്ണുതനാവണ്ട. ദീപുന് എത്ര വയസ്സായി? എനിക്ക് 45+ ആയി. എനിക്ക് 72 ആ, ശരി. ഞാൻ ഇന്ന് വരെ ഒരിക്കലും നിഷ്പക്ഷനാണെന്ന് ഒരു സ്ഥലത്ത് എഴുതുകയോ പറയുകയോ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്നെ പറ്റി ഒന്നും അറിയാത്തോണ്ടാ. അറിയില്ല. ഞാൻ നിഷ്പക്ഷനല്ല. അത് ശരി, അതെനിക്കിപ്പോ മനസ്സിലായി. മനോരമ എന്നെ വിളിക്കുന്നത് ഞാൻ CPM-നെതിരായിട്ട് സംസാരിച്ചിട്ട് തന്നെ എനിക്കറിയാതെ. അല്ല, മനോരമ വിളിക്കുന്നത് വളരെ വ്യക്തമല്ലേ. നിങ്ങൾ ഏത് അവയം കൊണ്ട് ആലോചിക്കുന്നത്?
പിന്നെ നിങ്ങൾ എന്നെ ഡിക്റ്റേറ്റ് ചെയ്യാൻ ഇന്ന മാതിരി ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യാൻ ഞാൻ ആരുമല്ല അങ്ങേ പോലെ ഒരാള്. നിങ്ങൾ അത് പറയരുത്. ബുദ്ധിമാനാണ്. ഞാനൊരു ബുദ്ധിമാനും അല്ല, ഞാനൊരു സാധാരണക്കാരനാണ് സാർ. അല്ല, ഗോഡ്സെ അവാർഡിന് കണ്ടുപിടിച്ചല്ലോ. ഞാൻ ചോദിച്ചതെന്ന് വെച്ചാൽ പിന്നെ എങ്ങനെ മറുപടി മാറ്റി പറഞ്ഞു നോക്കൂ, എങ്ങനെ മറുപടി മാറ്റി പറഞ്ഞു നോക്കൂ. അതാണ് ആ പോയിന്റിലാണ് ക്രക്സ് ഇരിക്കുന്നത് സാർ. ആ പോയിന്റിലാണ് ക്രക്സ് ഇരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കാര്യം, എനിക്ക് ഈ അസമയത്ത് ഇന്നതിലധികം ഐ എം വെരി മച്ച് സോറി. ഞാൻ ആ കാര്യത്തിൽ അങ്ങോട്ട് പിന്നെ വളരെയധികം ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഇത്രയും സമയം സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല സത്യത്തിൽ. അല്ല, ഞാൻ BJP കാരനായതുകൊണ്ട് എനിക്ക് അയ്യോ അത് വിടൂ സാർ. അത് എന്താണ് സാറ് അങ്ങോട്ട് പോവല്ലേ? അയ്യേ ഒരു കൊച്ചു പിള്ളേരെ പോലെ ആവരുത് സാറ്, കുട്ടികളെ പോലെ വെറുതെ ബാലിച്ചാണ്, കുട്ടികളെ പോലെ സാറ്. ഞാനൊരു തല്ലിപ്പൊളിയാണ്. അയ്യേ എന്താ സാറേ ഇത്? അങ്ങനെ പറയാം. ദീപുവിനെ പോലത്തെ ആളുകളോട് വർത്തമാനം പറഞ്ഞ് ജയിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഇല്ല അങ്ങനെയൊന്നുമില്ല. ഞാനൊരു 3-4 എന്റെ സംശയങ്ങൾ സാറിനോട് ചോദിച്ചു, സാർ അതിന് മറുപടി പറഞ്ഞു. അതിനുശേഷം സാർ ഇപ്പൊ സാറ് തന്നെ BJP ആണെന്ന് പറഞ്ഞു. ഞാൻ തോറ്റു. ദീപ് ജയിച്ചു. ഇല്ല സാറേ ഇല്ല. ദീപ് ജയിച്ചു. പിണറായി വിജയൻ ജയിച്ചു. എന്തൊരു അസഹിഷ്ണുതയാണ് വീണ്ടും സാർ. പിന്നെ നിങ്ങൾ എന്തൊരു സഹിഷ്ണുവാണെന്നാ? അല്ലല്ല ഞാനൊരു സഹിഷ്ണുവല്ല സാറേ. അല്ല ദീപു, അല്ല അസമയത്ത് നമുക്ക് വേണമെങ്കിൽ നാളെ കണ്ടിന്യൂ ചെയ്യാം. സാറിന് ഇത്രയും സമയം ഒരാളാണ് ഞാൻ വിചാരിക്കുക. എന്തോ സഹിഷ്ണുവാണ് എന്ന് പറയുമ്പോ അത് മനസ്സിലാക്കാനുള്ള തലമൊക്കെ എനിക്കുണ്ട്. ദയവായിട്ട് വിചാരിക്കാം കേട്ടോ. ശരി ക്ലോസ് ചെയ്യും, കാരണം എനിക്ക് കിടക്കാൻ സമയമായി. ശരി. എന്നാലും നന്ദിയുണ്ട് സാർ. ഇത്രയും സമയം അങ്ങേ ബുദ്ധിമുട്ടില്ല. വളരെയധികം വിളിക്കും. എന്നെ പറഞ്ഞു തോൽപ്പിക്കാം. ഇത് റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ചെയ്ത് ഞാൻ എന്തായാലും ഇത് സാറ് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇത് ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്യും. അല്ല, നിങ്ങൾ ഫേസ്ബുക്കിൽ ഇടാൻ ഈ വർത്താനം തുടങ്ങി എനിക്ക് തുടങ്ങുമ്പോൾ തന്നെ അറിയാം. ഓക്കെ ശരി, താങ്ക് യു കേട്ടോ. ഞാൻ BJP ആണെന്ന് കൊടുക്കും കേട്ടോ. ശരി. സാറ് BJP ആണെന്ന് സാറ് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതല്ലല്ലോ, സാറാണ് പറയുന്നത്. ഞാൻ അതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നില്ല. സാറിന് ഒരിക്കലും BJP ആവാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ സാർ ഒരു ഒന്നാം തരം പിണറായി വിരുദ്ധനാണെന്ന് എനിക്ക് മനസ്സിലായി ഇന്നത്തെ ഈ ചർച്ചകളിൽ. ഡിക്ലെയർഡ് ആണ്, ഇപ്പൊ മനസ്സിലാക്കാനൊന്നുമില്ല. പിണറായി വിരുദ്ധനാണ് ഞാൻ. ശരി സാർ, പിണറായി വിരുദ്ധനാണ് ഞാൻ. ഓക്കെ. അത് നിങ്ങൾ അത് ഞാൻ എവിടെ പറയണോ അവിടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. ശരി, ഓക്കെ. നിങ്ങൾക്ക് എന്നെ എന്തും ചെയ്യാം. അയ്യോ അങ്ങനെയൊന്നും പറയരുത് സാർ. അങ്ങനെയൊന്നും നമ്മൾ എന്തും ചെയ്യാം. അയ്യോ അത് ഇതൊക്കെ സാറ് ഈ പറയുന്ന ആ ചോദ്യത്തിന് സാറിന് ഉത്തരമില്ലാതാവുമ്പോ വരുന്നതായി ഈ ദേഷ്യവും കാര്യങ്ങളും. ഞാൻ തോറ്റുന്നേ എത്ര വട്ടം പറയണം തോറ്റുന്ന്. ശരി ഒരു വിജയല്ലേ, മര്യാദ നിങ്ങൾ വളരെ ബുദ്ധിമാനാണ്, വളരെ രാഷ്ട്രീയ ബോധമുള്ള ആളാണ്, വളരെ ജനങ്ങളോട് പ്രതിബദ്ധമുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഫേസ്ബുക്കിൽ ഇപ്പോ CPM-ന്റെ സൈബർ പോരാളികൾക്ക് കൊണ്ടാടാനുള്ള ഒരു സാധനം നിങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാൻ ചോദിച്ചത് ഞാൻ എന്റെ ഇന്ന് ചാനലില് ജനങ്ങളെല്ലാം കേട്ടിരിക്കുന്ന ഒരാള് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തോടാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം ഈ ലോകം മുഴുവനുള്ള ആൾക്കാരെ മുഴുവൻ അങ്ങയുടെ കാര്യങ്ങൾ കേൾപ്പിക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് അങ്ങയുടെ ഈ കാര്യങ്ങൾ കേൾപ്പിച്ചുകൂടാ? ഞാൻ ചെയ്യരുതെന്നല്ല, ചെയ്യണമെന്നാ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. ഞാൻ ചെയ്യണമെന്നാ പറഞ്ഞത്. ശരി, ഓക്കെ. ബുദ്ധിമാന്മാർ ഇങ്ങനെ ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ജനങ്ങളോട് ലോകത്തെമ്പാടുമുള്ള ജനങ്ങളെ ഇങ്ങനെ അങ്ങ് പറയുമ്പോ ഇങ്ങനെ ഒരു സാധനത്തിൽ കൊണ്ടുവരുമ്പോൾ ആ ചോദ്യങ്ങൾ ഞങ്ങൾ ഈ കേട്ടിരിക്കുന്നവർക്ക് തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യങ്ങളും ഉണ്ട് സർ. അത് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ല എന്റെ സാറേ, ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി ഒരുപാട് കൊല്ലം. ഐ അണ്ടർസ്റ്റാൻഡ് സർ. സാറല്ല ആദ്യം ചോദിക്കുന്ന ആള്. ശരി, ഓക്കെ. എന്റെ ആദ്യത്തെ അനുഭവം എന്ന് വിചാരിക്കല്ലേ. ശരി. എനിക്ക് ഇന്ന് തന്നെ 5-6 ഫോൺ വന്നപ്പോ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യ പറഞ്ഞു ആ ചർച്ചയുടെ. ഞാൻ പറഞ്ഞു പിന്നെന്താ, തെറി പറയാനും വിശദീകരണം ചോദിക്കാനും ഒക്കെ ആൾക്ക് റൈറ്റ് ഉണ്ട്, അവർ ചോദിക്കട്ടെ. ഞാൻ ഈ സമയത്ത് ഇത്ര നേരമായിട്ട് എന്തെങ്കിലും ഞാൻ അൺപാർലമെന്ററി ആയിട്ടോ പിന്നെ ആഭാസകരമായിട്ടോ അങ്ങയോട് സംസാരിച്ചു? എത്ര ഞാൻ വളരെ കോടിയിലായിട്ടല്ലേ സംസാരിച്ചത്. സംസ്കാര സമ്പന്നയുടെ ആളാണ് സാറ്. ശരി, വളരെ ബുദ്ധിമാനാണ്, സംസ്കാര സമ്പന്നനാണ്. ആ പട്ട എനിക്ക് തന്നതിൽ അങ്ങേപോലെ ഒരാൾ തന്നതിൽ വളരെയധികം സന്തോഷം. ഞാൻ തല്ലിപ്പൊളിയാണ്, BJP ആണ്. സാർ എന്തിനാണ് വീണ്ടും ഈ കുഞ്ഞുങ്ങളെ പോലെ പെരുമാറുന്നത്? അല്ല, സാറ് വലിയ പണ്ഡിതനായതുകൊണ്ട്. എനിക്ക് പണ്ഡിതമൊന്നും ഇല്ല സാർ. സാധാരണ ജനങ്ങളെ ഞാനല്ലെങ്കിൽ വേറൊരു ദീപു സാറിനോട് ഇത് ചോദിക്കും. അല്ല
പിന്നെ അത് ചരിത്രം ചോദ്യം ചെയ്യുമല്ലോ. ഇങ്ങനെ ഈ ചില പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ചാനലുകളിൽ ഇരുന്ന് അങ്ങ് സംസാരിക്കുമ്പോൾ അങ്ങ് വിചാരിക്കുന്നത് ഈ ചോദ്യങ്ങളൊന്നും അങ്ങേടേക്ക് ചോദിക്കാൻ ഈ സാധാരണ പാവപ്പെട്ട ജനങ്ങൾ, ഈ കേൾക്കുന്ന ജനങ്ങൾക്ക് കഴിയില്ല എന്നാണ് അങ്ങ് ധരിക്കുന്നത്. ശരിയാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ച പാവപ്പെട്ട ജനങ്ങൾ എന്നെ വിളിക്കാറുണ്ട്. ശരി. ഇത്തരം ചോദ്യം ചോദിക്കാൻ, ഇതിനേക്കാൾ അസംബന്ധമായ ചോദ്യം ചോദിക്കാനൊക്കെ വിളിക്കാറുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഞാൻ എനിക്ക് മറുപടിയും പറയാറുണ്ട്. ഓക്കെ. അല്ല, ഞാൻ എന്റെ ഫോൺ ക്ലോസ് ചെയ്ത് വെച്ചില്ല. നിങ്ങളോട് പറഞ്ഞാൽ മതി, ഞാൻ കിടക്കാൻ നേരായി, നിങ്ങൾ പിന്നെ വിളിക്കും. ഓക്കെ, ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ചൂട് മാറിയിട്ടാ പിന്നെ വിളിക്കുക. അല്ല, ഞാൻ ചൂടല്ല, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ വിളിക്കും. ബട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യങ്ങളെ എന്റെ മനസ്സിൽ കിടക്കുന്ന ചോദ്യങ്ങളാണ്. MN കാരശ്ശേരി മാഷിനോട് ഈ ചാനലുകളിൽ ഈ കാര്യങ്ങൾ ഇന്ന് ലോകത്തുള്ള ജനങ്ങളെ മുഴുവൻ കേൾപ്പിക്കുമ്പോൾ ഈ ചോദ്യം, എന്റെ മനസ്സിലുള്ള ചോദ്യം അങ്ങയോട് ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട്, അങ്ങ് അതിന് മറുപടി പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു തെറ്റുമില്ല. അത് എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങൾക്ക് ആക്ഷേപിക്കാം. ആക്ഷേപിച്ചില്ലല്ലോ. ഞാൻ എന്താ ആക്ഷേപിച്ചത് സാറേ? ഞാൻ പറഞ്ഞല്ലോ ആക്ഷേപിക്കാൻ റൈറ്റ് ഉണ്ട്. ഞാൻ ചെയ്തില്ലല്ലോ. അന്ന് വെറുതെ എന്റെ എങ്ങനെയും ഞാൻ BJP ആണ്, ഞാൻ ഇതാണ്, ഇതൊക്കെ പറഞ്ഞാലൊന്നും ഞാൻ ചോദിക്കില്ല സാർ. റെജി ലൂക്കോസ് തുടങ്ങിയെന്ന് അങ്ങനെയാ. കാരണം നായ്ക്കളെ കൊല്ലാൻ പാടില്ല എന്ന് നിയമമുണ്ടാക്കിയ കേന്ദ്ര ഗവൺമെന്റിനെ പറ്റി സാറിന് പരാതി ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല. കാരണം ഇവിടുത്തെ വാക്സിൻ തകരാറാകുന്നത് അതുകൊണ്ടാണല്ലോ, അല്ലേ? അല്ല, അത് ഞാൻ അതിനകത്തേക്കൊന്നും പോണില്ല. അതിനകത്തൊക്കെ മറുപടി എനിക്കുണ്ട്. പക്ഷെ ഇത്രയും രാത്രിയായിട്ട് അങ്ങേ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ തയ്യാറല്ല. അല്ല, ഈ ടോക്ക് നിങ്ങൾ വളരെ മെനക്കെട്ട് നിങ്ങൾക്ക് സൗകര്യമുള്ളത് മാത്രം വെച്ച് എഡിറ്റിംഗ് ഉണ്ടാവില്ല. ഒറ്റ എഡിറ്റിംഗ് ഉണ്ടാവില്ല. ഇത് ഫുള്ള് ഞാൻ സാറിന് അയച്ചുതരാം. എന്നിട്ട് ഫേസ്ബുക്കിൽ നോക്കിക്കോളൂ. എന്തെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ 10-20 മിനിറ്റ് ഇപ്പൊ ചെലവാക്കി. എനിക്ക് ചെലവാക്കാൻ നിങ്ങൾക്ക് എന്തും പറയാൻ റൈറ്റ് ഉണ്ട്. ഇല്ല, ഞാൻ അങ്ങനെ സാർ എന്തിനാണ് വേറൊരാളുടെ പുറത്തേക്ക് ഇങ്ങനെ എന്തും പറയാം? എന്നെ സാർ എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഹൗ കാൻ യു ഇവാലുവേറ്റ്? ഞാൻ ഇത്രയും സംസാരിച്ചിട്ട് പോലും ഞാൻ ഇന്ന് ഈ സമയം വരെ ആ ഭയഭക്തി ബഹുമാനത്തോടെ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. നിങ്ങൾ സമർത്ഥനാണെന്നും ബുദ്ധിമാനാണെന്നും പണ്ഡിതനാണെന്നാ പറഞ്ഞത്. ഞാൻ പണ്ഡിതനാണെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ സമർത്ഥനാണെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറയാണ് സാറ് കുറച്ചുകൂടെ സാറ് ബാലിശമാകാറ്. കുഞ്ഞുങ്ങളെ പോലെ സാർ പണ്ഡിതനും സമർത്ഥനും ചിന്തകനാണ്. ഇത് വെറുതെ സാറ് ഇത് കൂട്ടണ്ട. യു ക്യാൻ ഹാവ് എ ഗുഡ് സ്ലീപ്പ്. ഡോണ്ട് വെറി, ഐ എം ഹിയർ. നിങ്ങൾ ഫേസ്ബുക്കിലിട്. ഞാൻ ഇടും, എന്തായാലും ഇടും. ലോകത്തുള്ള ജനങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ കാരശ്ശേരി നിഷ്പക്ഷനല്ല. അല്ല, അതാ സാറ് തന്നെയല്ലേ പറയുന്നത്. പിന്നെ ഞാൻ അല്ല, ഇത് സത്യമാണ് ദീപു. ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. ഞാൻ കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് പിണറായി ഗവൺമെന്റ് തുടർച്ച കൊടുക്കരുത് എന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞ ആളാണ് ഞാൻ. സാർ AAP-യിലും കുറച്ചു നാൾ ഉണ്ടായിരുന്നല്ലോ. ഞാൻ AAP-യിൽ മെമ്പർ ആയിരുന്നല്ലോ, വേറൊന്നുമില്ല. അതെ, അല്ല, അവിടെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ പോട്ടെ. എന്തായാലും നന്ദി സാർ. ഇത്രയും സമയം സാർ എനിക്ക് സംസാരിക്കാൻ തന്നതിൽ വളരെ. അല്ല, ഇനി ഒരു കാര്യം കൂടി. ഇനി നിങ്ങൾക്ക് എന്നെ സംസാരിക്കാൻ തോന്നുമ്പോൾ വിളിക്കുക. ഉറപ്പായിട്ടും റെക്കോർഡ് ചെയ്യുക. അതൊക്കെ അതിനകത്തില്ല. കാരണം എനിക്കൊന്നും വിളിക്കാനില്ല. ഓക്കെ, അത് മനസ്സിലായല്ലോ. അല്ല, ശരി, നന്ദി. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി പറയാം. അത് നിങ്ങൾ എന്നേക്കുമായിട്ട് മനസ്സിലാക്കാനാണ്. എന്നെപ്പറ്റി നിങ്ങൾക്ക് വല്ല കൗതുകം ഉണ്ടെങ്കിൽ, ഞാൻ യാതൊരു കാലത്തും നിഷ്പക്ഷനാണെന്ന് പറയുകയോ നടിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല. ശരി സർ, അതല്ല എന്ന് മനസ്സിലായത്. അതല്ലാതെ അങ്ങനല്ല. ഞാൻ ഒരു കാര്യത്തെ അതിന്റെ ഗ്രാവിറ്റി അനുസരിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെയുള്ള ധാരണയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്ന് ഇപ്പൊ സംസാരിച്ച് സാറ് ഇപ്പൊ അടുത്ത കാലത്തായിട്ട് സാറിന്റെ ഈ അസഹിഷ്ണുതയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊരു വിശകലനം പോലും ഇല്ലാതെ സാറ് സംസാരിക്കുന്ന കേൾക്കുമ്പം ഒരൊറ്റ കാഴ്ചയിൽ സംസാരിക്കുന്ന രീതിയിൽ ഈ ചാമക്കാലയൊക്കെ സംസാരിക്കുന്ന അതേ സ്റ്റാൻഡേർഡിലേക്ക് സാറിന്റെ രീതി വരുന്നു. അതായത് ഞാൻ ഒറ്റ കാഴ്ചയിൽ സംസാരിക്കുന്ന ആളാണ്, വിശകലനമില്ലാത്ത ആളാണ്. സാർ എന്തിനാണ് വീണ്ടും കുഞ്ഞുങ്ങളെ പോലെ സംസാരിക്കുന്നത്? അല്ല, കുഞ്ഞുങ്ങളെ പറ്റില്ല, ഇതൊക്കെ സത്യമാണ്. ഞാൻ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. നന്ദി സർ. വളരെ സന്തോഷം. ഓക്കെ.
ഗുഡ് നൈറ്റ്. ഞാൻ എന്തെങ്കിലും ഇനി പ്രത്യേകിച്ച് വിശദീകരിക്കണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കൂ, ഗോഡ്സെയുടെ പേരിലാണ് അവാർഡ് എന്ന് പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കണ്ട എന്നുള്ള നിലപാട് അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അദ്ദേഹത്തിനൊരു നിലപാടുണ്ട്, അതുപോലെ എല്ലാവർക്കും നിലപാടുണ്ട് സർ. പ്രത്യയശാസ്ത്രപരമായിട്ട് നിൽക്കുന്ന പാർട്ടികൾക്കും നിലപാടുണ്ട്. ആ പ്രത്യയശാസ്ത്രപരമായി നിൽക്കുന്ന പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവർക്കും നിലപാടുണ്ടെന്ന്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ് കൊണ്ടാടിയിട്ട് ഇവിടെ എന്തോ ഒരു അലുവാ കഷ്ണം എടുത്തു തന്നു, ആ അലുവാ കഷ്ണം എടുത്ത് തോട്ടിലെറിഞ്ഞു എന്ന അത് പിണറായിക്കാണ് കിട്ടിയിരുന്നെങ്കിൽ അത് സ്വീകരിക്കുമായിരുന്നു എന്നുള്ള നിലയിലൊക്കെ പിണറായി വിരുദ്ധത തലയിൽ കുത്തി നിറച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതിന് സാറ് വളരെ കുഞ്ഞുങ്ങളെ പോലെ അസഹിഷ്ണുതായി ഞാൻ തോറ്റു, നീ ജയിച്ചു, ഞാൻ നല്ലവനല്ല, ഞാൻ ചീത്തയാണ്, ഞാൻ BJP-കാരനാണെന്നുള്ളൊക്കെ ഇരവാദം കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഉപയോഗിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കാനേ ഞങ്ങൾക്കുള്ളൂ. സാർ ഇനിയെങ്കിലും കൃത്യമായ വിശകലനത്തോടുകൂടി കാര്യങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ സാറിന് തന്നെയാണ്, സാറിന്റെ ക്രെഡിബിലിറ്റി തന്നെയാണ് ജനങ്ങൾ വിലയിരുത്തുക എന്നുള്ള കാര്യം മാത്രം സാർ മനസ്സിലാക്കണം. താങ്ക്സ്.